നമ്മുടെ മമ്മൂക്കയിലായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്ന എം സിനിമയുടെ റിലീസ് ഡേറ്റും അതുകൂടാണ്ട് കലംകാവൽ റിലീസ് ഡേറ്റും അങ്ങനെ രണ്ട് ഇൻട്രസ്റ്റിംഗ് ന്യൂസാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ സ്കൂളിൽ സമയം കാണേണ്ട ഹലോ ഗൈസ്, അവർക്ക് പുതിയ വീഡിയോയിൽ സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്കൊരു 2-3 കളക്ഷനുകൾ നോക്കിയിട്ട് പോവാം. ഇപ്പോൾ തിയേറ്ററിൽ അത്യാവശ്യം കുറച്ച് പടങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് കളക്ഷൻ റിപ്പോർട്ട് പ്രിപ്പയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം അതിൻ്റെ കളക്ഷൻ റിപ്പോർട്ട് ആദ്യം പറഞ്ഞേക്കാം. അതാണ് നമ്മുടെ കാന്താര സിനിമ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാന്താരെ പറ്റി പറഞ്ഞിരുന്നു. ഏകദേശം കാന്താര സിനിമ കളക്ഷൻ പറയുകയാണെങ്കിൽ സിനിമ ഇന്ത്യ നെറ്റ് കളക്ഷനായിട്ട് ഫസ്റ്റ് ഡേ 60 കോടി രൂപയാണ് നേടിയിരിക്കുന്നത്. 60 കോടി രൂപയെ തന്നെ കർണാടകയിൽ നിന്ന് 18 കോടി, തെലങ്കാനയിൽ നിന്ന് 12.5 കോടി, ഹിന്ദിയിൽ നിന്ന് 9.5 കോടി, തമിഴ്നാട്ടിൽ നിന്ന് 5.5 കോടി, മലയാളത്തിൽ നിന്ന് 4 കോടി 80 ലക്ഷം രൂപ. ഇങ്ങനെയാണ് സിനിമയ്ക്ക് മൊത്തം 60 കോടി രൂപ ഇന്ത്യ നെറ്റ് കളക്ഷനായിട്ട് ഫസ്റ്റ് ഡേ വീണിരിക്കുന്നത്. അത് ഇന്ത്യ കളക്ഷൻ ആട്ടോ. ഓവർസീസ് കളക്ഷൻ ഇതുവരെ ആഡ് ആയി കിട്ടിയിട്ടില്ല. പിന്നെ രണ്ടാമത്തെ ദിവസത്തിൻ്റെ ഫുൾ കളക്ഷൻ വന്നിട്ടില്ല. ഇതുവരെയുള്ള എസ്റ്റിമേറ്റ് വെച്ചിട്ട് 17 കോടി 45 ലക്ഷം രൂപയാണ് ഇന്ത്യ നെറ്റ് കളക്ഷൻ. യെസ്, ഒരു ഡ്രോപ്പ് വന്നിട്ടുണ്ട്. ബട്ട് നമുക്ക് അങ്ങനെ തീർച്ചയായും പറയാൻ പറ്റില്ല. കാരണം പകുതി ദിവസമായിട്ടല്ലേ ഉള്ളൂ. ഇനി മിച്ചമുള്ള ദിവസം കളക്ഷനൊക്കെ കിട്ടാൻ കിടപ്പുണ്ട്. ഏതൊക്കെയാലും ഒരു ഡ്രോപ്പ് കാണുന്നുണ്ട്. അങ്ങനെ ഇതുവരെ ടോട്ടലായിട്ട് കാന്താര സിനിമ 2 ദിവസം കൊണ്ടാണ്, 1.5 ദിവസം കൊണ്ട് 77 കോടി രൂപയാണ് നേടിയിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ അടുത്ത് പറയുകയാണ്, സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 150 കോടി രൂപയാണ്. എൻ്റെ അഭിപ്രായത്തിൽ നിസ്സാരമായിട്ട് 150 കോടിയൊക്കെ കിടന്ന് ഈ പടം പോകുന്നതാണ് എൻ്റെ വിശ്വാസം. അതാണ് കാന്താര സിനിമ. ഇനി നമുക്ക് ലോകനെ പറ്റി പറയാം. നമ്മുടെ സ്വന്തം ഇപ്പോൾ മലയാളികളുടെ ജനപ്രിയമായിരിക്കുകയാണ് ലോക എന്ന് പറയുന്ന സിനിമ. കാരണം നമ്മുടെ മോളിവുഡിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡാണ് ആ സിനിമ ഇപ്പോൾ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. എങ്കിലും സിനിമയ്ക്ക് ഇതുവരെ ഇന്ത്യ കളക്ഷനായിട്ട് നമ്മൾ പറയുന്നത്, ഇന്ത്യ ഗ്രോസ് കളക്ഷനായിട്ട് 177 കോടി രൂപയാണ് ഇതുവരെ നേടിയിരിക്കുന്നത്. അതിൽ നിന്ന് അത് ഇന്ത്യ ഗ്രോസ്. ഓവർസീസ് 118 കോടി രൂപയാണ് ഓവർസീസിന് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ 296 കോടി രൂപ കിട്ടിയിട്ടുണ്ട് ഇതുവരെ. ഇനി വെറും 4 കോടിയും കൂടി കിട്ടിയ സിനിമ 300 കോടി ക്ലബ്ബിൽ കയറുന്നതായിരിക്കും. നമ്മുടെ മോളിവുഡിന് ആദ്യത്തെ 300 കോടി ക്ലബ്ബ് ലോഡിംഗ് ആണ്. അതുകൂടാണ്ട് തന്നെ കേരള കളക്ഷനായിട്ട് സിനിമയിൽ പറയുന്നത് 118 കോടി രൂപയാണ്. 30 കോടിയിൽ ഒരുക്കിയ സിനിമയാണ്, നിങ്ങളൊന്ന് ഓർക്കണം. ഏതൊക്കെയാലും നമ്മുടെ തുടരുമിലെ കേരള കളക്ഷനും ഉടൻ തന്നെ ക്രോസ് ചെയ്ത് എല്ലാ റെക്കോർഡുകളും പണം സ്വന്തം പേരിലാക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. നമുക്കിനി നേരെ നമ്മുടെ മെയിൻ റിപ്പോർട്ടുകളോട്ട് കിടക്കാം. അതാണ് കലംകാവൽ ആൻഡ് MMM പേട്രിയറ്റിൻ്റെ റിലീസ് ഡേറ്റുകൾ. അങ്ങനെ നമുക്ക് നമ്മുടെ MMMൻ്റെ കാര്യം തന്നെ പറഞ്ഞു തുടങ്ങാം. MMM പേട്രിയറ്റ്, അതിന് MMM എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു MMMൻ്റെ ഫുൾ ഫോം മോഹൻലാൽ മമ്മൂട്ടി മഹേഷ് നാരായണൻ മൂവി എന്നാണ് ഞാൻ തോന്നുന്നു. ഏക്കാലും ആ സിനിമയ്ക്ക് ഇന്നലെ ടീസർ വന്നിരുന്നു. പേട്രിയറ്റ് എന്നാണ് സിനിമയുടെ പേര്. നമുക്ക് നേരത്തെ അറിയാമായിരുന്നു പേട്രിയറ്റ് എന്നാകാൻ പോകുന്നത്. മഹേഷ് നാരായണൻ സിനിമ ഡയറക്റ്റ് ചെയ്തൊരുക്കിയിരിക്കുന്ന. ഏതൊക്കെയായാലും സിനിമൻ്റെ റിലീസ് ഡേറ്റിനെ പറ്റി ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സിനിമ ഈ വരുന്ന വിഷു ടാർഗറ്റ് ചെയ്യുമെന്നാണ് ഓരോരോ റിപ്പോർട്ടുകൾ പറയുന്നത്. വിഷു ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം April 9 അടുത്തായിരിക്കും സിനിമയുടെ റിലീസ് പിൻ പോയിൻറ്റ് ചെയ്യാനാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സജസ്റ്റ് ചെയ്യുന്നത്. ഏക്കാലും വിഷു റിലീസ് തന്നെയാണ് സിനിമ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നെ ഇനി ടെക്നിക്കലി വലിയ വിഷയം വന്ന് പോസ്റ്റ്പോണ്ട് ആയാൽ മാത്രമേ അവിടുന്ന് പോസ്റ്റ്പോണ്ട് ആവുള്ളൂ. അതാണ് നമുക്ക് MMനെ പറ്റി കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. ഏതെങ്കിലും ടീച്ചറൊക്കെ ഇറങ്ങി അത്യാവശ്യം ഹൈപ്പ് ഉണ്ട് സിനിമേനെ വെള്ളം നല്ലതായ മതിയായിരുന്നു. കുഞ്ചാക്കോ ഫാസിൽ നിന്നല്ല, അങ്ങനെ കുറേ എക്സ്ട്രാ കാസ്റ്റുള്ള സിനിമ വരുന്നുണ്ട്. ഇപ്പോൾ നയൻതാര അവർ കുറേ പേര് വരുന്നുണ്ട്. അതാണ് MMM. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. അതാണ് നമ്മുടെ കലംകാവൽ സിനിമ. കലംകാവലിൻ്റെ കാര്യം പറയാനായിട്ടാണെങ്കിൽ സിനിമ ഈ October 9 തിയേറ്ററിലേക്ക് എത്തേണ്ട, എല്ലാം പ്രിപ്പയർ ചെയ്ത് എല്ലാം ആയതാണ്. ബട്ട് ഫൈനൽ മൊമെൻറ്റിൽ ഒന്ന് പോസ്റ്റ്പോണ്ട് ആക്കിയിട്ടുണ്ട്. സിനിമ പോസ്റ്റ്പോണ്ട് ആക്കിയത് കൂടുതൽ ദൂരത്തേക്കൊന്നുമില്ല. നവംബറിലാണ് സിനിമ പോസ്റ്റ്പോണ്ട് ആക്കിയിരിക്കുന്നത്. നവംബർ റിലീസിൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ സജസ്റ്റ് ചെയ്യുന്ന സിനിമ ഒരു November 14 അല്ലെങ്കിൽ 19 തീയതികളിൽ ആ ഒരു സർക്കിളിലായിരിക്കും സിനിമ റിലീസ് ചെയ്യുക എന്നാണ്. സിനിമയ്ക്ക് എ റേറ്റഡ് സർട്ടിഫിക്കറ്റ് കിട്ടാനൊരു ചാൻസ് വരെ കാണുന്നുണ്ട്. സിനിമയിൽ ഇഷ്ടം പോലെ ഹീറോയിൻസ് ഉണ്ട്. ആദ്യമായിട്ടാണ് മമ്മൂക്കേൻ്റെ സിനിമ ഇത്രയും ഹീറോയിൻസ് വെച്ച് വരുന്നത്. ഈ പടത്തെ പറ്റി പ്രത്യേകിച്ച് നമുക്ക് ആർക്കും കുറേയൊന്നും അറിയില്ല, അവരൊന്നും വിട്ട് പറഞ്ഞിട്ടുമില്ല. ഏതൊക്കെയാലും കലംകാവൽ അങ്ങനത്തെ ഒരു സിനിമയായിട്ടാണ് ഇറങ്ങുന്നത്. സിനിമ നവംബറിൽ നിന്ന് പോസ്റ്റ്പോൺ ചെയ്യാനുള്ളൊരു ചാൻസ് ഇല്ല. ഇനി നവംബറിൽ നിന്ന് പോസ്റ്റ്പോൺ ചെയ്താൽ പിന്നെ ഈ ഉടനെ ഒന്നും റിലീസ് പ്രതീക്ഷിക്കേണ്ട. കാരണം ഡിസംബറിൽ എന്ത് റിലീസില്ല. ഡിസംബർ ഇഷ്ടം പോലെ ക്ലാസ് റിലീസുകളുണ്ട്. അതുകൊണ്ട് ഡിസംബർ വിട്ടുപോയാൽ പിന്നെ അടുത്തത് അല്ലെങ്കിൽ ഒരു February March ടൈമിലായിരിക്കും. അതൊക്കെ നവംബർ ഇപ്പോൾ പറഞ്ഞൊരു സ്ഥിതിക്ക് മിക്കവാറും നവംബറിൽ തന്നെ ഇറക്കുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ November 14 അല്ലെങ്കിൽ 19 തീയതികളാണ് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് കലംകാവലിൻ്റെ കാര്യം. ഇതോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് സമാധിക്കാൻ സമയമായിരിക്കുന്നു. നമ്മൾ ഇന്നത്തെ ന്യൂസുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തിരിച്ച് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.